എന്റെ അമ്മേ പോണ്ടേ? പണിയൊന്നും ഇല്ലേ? പോടെ, അടുത്ത ഷിഫ്റ്റിനെങ്ങാനും കേറാം. സമയമുണ്ട്. ഇതൊരു ഉഷാറില്ലല്ലോ. അല്ല ചരു, എനിക്കൊരു സംശയം. എന്താ? നീ ഫുഡ് ഡെലിവറിക്ക് പോകുമ്പോഴേ ആൾക്കാർ നിന്നെ ട്രൈ ചെയ്യാറുണ്ടോ? എന്ത്? അതായത് സുന്ദരിയായൊരു യുവതി ഫുഡ് ഡെലിവറിക്ക് ചെല്ലുമ്പോ അവർക്കൊന്ന് ട്യൂൺ ചെയ്യാനൊക്കെ തോന്നുമല്ലോ. എന്തായാലും സാധിക്കാനുണ്ടോ നിനക്ക് എന്നെ നിന്ന്? ഇല്ലെന്ന് എന്റെ ഒരു സംശയം ചോദിച്ചല്ലേ ഞാന്. അല്ല സുന്ദരി എന്നൊക്കെ അല്ല, പറഞ്ഞ ഇത്തരം സന്ദർഭങ്ങളിൽ നീ എങ്ങനെ മാനേജ് ചെയ്യുമെന്ന് അറിയാൻ വേണ്ടിട്ട്. ഉറപ്പായിട്ടും ആൾക്കാർ ട്രൈ ചെയ്യാറുണ്ട്. ഐ മീൻ മോശമായിട്ട് ബിഹേവ് ചെയ്യാറുണ്ട്. പിന്നെ നമുക്കൊക്കെ കുറച്ച് വിവരവും വെളിവൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെതായ രീതിയിൽ നാക്കായിട്ട് അടിച്ചിട്ട് സാധനം കൊടുക്കുക. അതുകൊണ്ട് ഞാൻ ഇറങ്ങി പോകത്രേ. സേഫ് അല്ലെന്നുണ്ട എസ്കേപ്പ് ആവും അല്ലേ? എന്നാലും ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ നീ എങ്ങനെ മനസ്സിലാക്കുന്നു? അതൊക്കെ മനസ്സിലാക്കാനുള്ള സിക്സ്ത് സെൻസ് എനിക്ക് ദൈവം തന്നിട്ടുണ്ട്. പണിയെടുക്കാൻ തുടങ്ങുമ്പോൾ മോൾക്ക് മനസ്സിലാവും. അതെന്താ മോളെ അങ്ങനെ ഒരു ടോക്ക്? എങ്ങനെ ഒരു ടോക്ക്? ഈ പണിയും കൂലിങ്ങിന്റെ കാര്യമൊക്കെ പറയണ ഞാനുള്ള കാര്യമല്ലേ പറഞ്ഞത്? അത് നീ എന്നെ കുത്തിയതല്ലേ? നിനക്കിപ്പോ അങ്ങനെ തോന്നാണ് എനിക്കൊന്നും പറയാനില്ല. അത് പിന്നെ ഇങ്ങനെ ചുമ്മാ ചൊറിയും കുത്തിയിരിക്കണവർക്ക് ഉറപ്പായിട്ടും എന്ത് ശതം വന്നാലും ഇത് എന്റെ നേരെ വന്ന് തോന്നും. ഓഹോ, അപ്പൊ ഞാൻ പണിക്ക് പോണില്ല എന്നുള്ളതാണ് എന്റെ പ്രശ്നം. അതെ, എന്തിനു പറയാനാണ്? എനിക്ക് പോകാൻ സൗകര്യമില്ലടി. അല്ലേലും ഇപ്പൊ നിനക്ക് മറ്റേ പണി എടുത്ത് വെച്ചേക്കോളാം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ മോളെ വെൽക്കം പന്ന് പണി ചെയ്യാൻ പറഞ്ഞിട്ട് അത് പേടെ മോളെ വെറുതെ തർക്കിക്കരുത്. ഞാനൊന്ന് മനസ്സ് വിചാരിച്ചിട്ടുണ്ടല്ലോ, എനിക്ക് ജോലി പുല്ല് പോലെ കിട്ടും. അതും വൈറ്റ് കോളർ ജോബ്. എന്താ നിനക്കൊരു പുച്ഛം? വൈറ്റ് കോളർ ജോബ് എടി, വൈറ്റ് കളർ ഷർട്ട് എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. അത് നിനക്ക് ഒരുപാടുണ്ടെന്ന് എനിക്കറിയാം. അലമാര ഇരിക്കണില്ലേ? വൈറ്റ് കളർ ഷർട്ട് മാത്രമല്ല, എനിക്ക് വൈറ്റ് കളർ പല കണ്ടടി പറഞ്ഞാലുണ്ടല്ല എടി 10 പൈസക്കുള്ള ജോലിയെല്ലാം ചെയ്യാൻ നോക്കി ഇങ്ങനെ കലബല സംസാരിക്കും. എന്റെ പൊടി എനിക്ക് സൗകര്യമില്ല എനിക്ക് പോകാൻ. പ്രത്യേകിച്ച് എനിക്ക് ജോലിയും കൂലിയൊന്നും ഇല്ലാത്തത് കൊണ്ട് എനിക്ക് ഇവിടെ തന്നെ ഇരിക്കാം. നിനക്ക് വേണമെങ്കിൽ നീ പോകണം. ആണോ? അങ്ങനെ ചൊറിയും കുത്തി അവിടെ ഇരുന്നോടി, ഞാൻ തന്നെ പോണം. അതാ നല്ലത്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ബോബനെ മോളെ പട്ടീനെ മോളെ എന്റെ പുറകെ കിടക്കുന്നത് പട്ടി. പട്ടിനെ വിളിക്കണം, നേരെ വിളിക്കാം. അല്ലാതെ മോളിനെ ബോബനെ കൂട്ടി വിളിക്കണ കാര്യമില്ല. എനിക്ക് വിളിക്കാനുള്ള ചേട്ടൻ ഇത്രയും പ്രായമായില്ലേ? കുഞ്ഞു പിള്ളേർ പോലെ വഴക്കുണ്ടാക്കാൻ വേണ്ടിട്ട് കുറെ നേരമായി ഞാൻ മേലിൽ നിന്ന് കേട്ടോണ്ടിരിക്കുന്നു. നിന്നോടൊക്കെ സമാധാനം പറയുമ്പോൾ എന്നെ വേണം തല്ലാൻ. നിന്നെ തല്ലണമെങ്കിൽ നിനക്ക് നിന്നെ തല്ലണം. നീ അല്ല എന്നെ തല്ലല്ല ചെയ്യേണ്ടത്. ഇതൊന്നും വലിയ കാര്യമാക്കണ്ട. ഇതുപോലെ ഒരു കൂട്ടുകാരൻ എനിക്കും ഉണ്ടായിരുന്നു. പിറ്റേന്ന് കേട്ടാണ്ട് വന്നില്ല. അനുപ് ചത്തുപോയി. അമ്മാവാ സോറി അമ്മാവാ, ഞാൻ അതൊന്നും ഉദ്ദേശിച്ചല്ല അമ്മാവ. പറഞ്ഞ എന്നോട് ക്ഷമിക്കാം അമ്മാവ. എനിക്കറിയില്ലായിരുന്നു അമ്മാവ. അയ്യോ അത് കുഴപ്പമില്ല. അല്ലെങ്കിൽ വായിസറാജ് തീരേണ്ട തന്നെ. അമ്മാവ എങ്ങനെ മരിച്ചേ? ഒരു കഥയാണ് മക്കളെ. അമ്മ ഇരുന്ന് സംസാരിക്കേ. എങ്ങനെ സാധിക്കണടി നിനക്കിത്? ആ അതെ, ഒരു ഉത്സവത്തിന് കൂട്ടുകാരെ കൂടെ കള്ളു കുടിക്കാൻ പോയതാണ്. ഓഹോ, അപ്പൊ കള്ളു കുടിച്ചാണ് മരിച്ചല്ലേ? മിണ്ടാണ്ടിരിക്കോ? വായടച്ചിരിക്കടി പെണ്ണെ. നീ വായടച്ചിരുന്നാ ഞാൻ പറയാം. കള്ളു കുടിക്കാൻ പോയപ്പോഴ് കരിക്കും കൂട്ടി കള്ളു കുടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പൊ എന്ത് ചെയ്തു? 2 എണ്ണം ഉണ്ടായിരുന്നു. 2 തെങ്ങിലോട്ട് കയറി. മത്സരം എന്തായിരുന്നു? ആരാണോ ആദ്യം കരിക്ക് കൊണ്ടുവന്നത് അവർക്ക് 2 പേർക്ക് കൂടുതൽ. പിന്നെ പറയണോ പൂരം ചടപടിയോടാ 2 കൂടെ അങ്ങോട്ട് കയറണുണ്ട്. പക്ഷെ ഇവൻ കയറിയ തെങ്ങില് മണ്ട ഇല്ലായിരുന്നു മക്കളെ. രാത്രിയല്ലേ, കാണാനും പറ്റിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോ തപ്പോ എന്നൊരു സൗണ്ട് കേട്ടു. എന്തിനാണ്? താഴാക്കണ തലയും കുത്തു താഴെ. ഇല്ല, നമ്മളെല്ലാരും കൂടെ വാരി എടുത്തിട്ട് വണ്ടി കൊണ്ടുപോയില്ലയോ ആശുപത്രിയിൽ. അപ്പോൾ ഡോക്ടർ പറയാണ് ഒരു 5 മിനിറ്റിന് മുമ്പേ കൊണ്ടുവന്നിരുന്നെങ്കിൽ രക്ഷിക്കാതെ. എന്റെ പൊന്നമ്മാവ, അങ്ങേര് തെങ്ങിന്ന് വീഴണമല്ലോ, നല്ല നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അല്ലേ? എന്നെ ഒന്ന് കൊന്നു തരുമോ? കഥ പറഞ്ഞിട്ട് കൊന്നാ മതിയോ? ഒന്ന് വായം പൂട്ടി വെക്കോ? ശരി, നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചേക്ക്. ഞാൻ ഇനി ഒന്നും മിണ്ടുന്നില്ല. എന്റെ ദൈവമേ, എന്റെ കൂട്ടുകാർ ഇതിൽ നിന്നും ഭേദമായിരുന്നു. എന്ത് പറ്റിയെന്ന് പറ. എന്താ പട്ടിയല്ല ഓടിച്ച കടിക്കാൻ? പിന്നെ പിന്നെ എന്തോന്ന് മക്കളെ പറ. ഞങ്ങളുടെ പിറകെ കൊറേമാരുണ്ടായിരുന്നു.
ഞങ്ങൾക്ക് അറിഞ്ഞൂടാ, ഞങ്ങളെ ഫോളോ ചെയ്ത് വന്നതാ. ഞങ്ങള് ജീവനും കൊണ്ട് ഓടി ഇവിടെ എത്തിയതാ. എന്നിട്ട് അവർ നിങ്ങളെ ഉപദ്രവിക്കലും ചെയ്താ? ഇല്ല. എന്നിട്ട് കൃത്യമായിട്ട് ഈ വീട് കാണിച്ചു കൊടുത്തോണം അല്ലേ? പിന്നെ ഞങ്ങള് പിന്നെ ഇവിടെ പോണോടി. എടി വല്ല പോലീസ് സ്റ്റേഷനിൽ പോണായിരുന്നടി. ജീവനോട് എത്തിയതിന്റെ ഭാഗ്യം. പോലീസ് സ്റ്റേഷൻ പേടിച്ചിട്ട് അപ്പൊ ഒന്നും ഓർമ്മ വന്നില്ലടേ. ഇപ്പൊ തന്നെ മുട്ടടിക്കണ്. ഓ, ഒരു കാര്യം ചെയ്യ്, നിങ്ങളോട്ടൊരു പോയി റെസ്റ്റ് എടുക്ക ചെല്ല്. ആദ്യം മക്കളെ എന്താണെന്നുള്ള ഇങ്ങോട്ട് നോക്ക്. പേടിക്കണ്ട, ഇവിടെ ഒറ്റ ഒരുത്തനും കയറൂല ഈ ജയമുള്ളപ്പം. ജയ ആരെന്നറിയോ എങ്കിൽ കേട്ടാ മക്കളെ. ഞാൻ പോയി നോക്കിട്ട് വരാം. അങ്ങനെ വിട്ടാ പറ്റൂലല്ലോ അവന്മാരെ. അത് വേണോ വേണ്ട വേണ്ട മക്കളെ പേടിക്കണെന്തിനേ? ജയ ഇന്ന് കാണിച്ചു കൊടുക്കും അവന്മാർക്ക് ജയ ആരാണെന്ന്. എന്നോട് ആലോചിച്ചിട്ട് പോരെ. എന്തോ നാളെ മര്യാദ ആദ്യം അങ്ങോട്ട് മര്യാദക്കില്ല മക്കളെ. ഞാൻ നോക്കിട്ട് അതൊക്കെ ഞാൻ സൂക്ഷിച്ചോളാം. അങ്ങനെ കൊള്ളൂലല്ലോ. സാരു ഒരു ഡൗട്ട് ചോദിക്കാൻ പറ്റുമോ അറിയത്തില്ല, എന്നാലും ചോദിച്ചോട്ടെ. ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ടോ മനുഷ്യന്? അപ്പം ഇങ്ങനെയാണ് സംഭവങ്ങളല്ലേ? കൊള്ളാം എന്തായാലും. സെലിനെ, നിനക്ക് ഇതിനെ പറ്റി എന്താ അഭിപ്രായം? എനിക്കൊന്നും അഭിപ്രായം. എന്നാലും അവളുമാർ ആരായിരിക്കും ഫോളോ ചെയ്തിട്ടുണ്ടാവും? അത് പിന്നെ മോൾക്ക് മനസ്സിലായില്ല? എന്റെ മറ്റേ ഓമയെന്ന് വീണ അമ്മാവന്റെ മക്കള് രമേശ് സുരേഷും. നീ അതും പിടിച്ചോണ്ടിരിക്കുവാണോ? ഞാൻ ഒരു മൂഡ് സ്വിങ്സിന് പറഞ്ഞു പോയതല്ലേ. അതെ, വല്ലവരും നെഞ്ചത്തേക്ക് കയറാനുള്ള ലൈസൻസ് അല്ലേ ഈ മൂഡ് സ്വിങ്സ് എന്ന് പറയണം, മനസ്സിലായോ? ഞാൻ പിന്നെ ഇതൊക്കെ ആരോടാ പോയി എക്സ്പ്രസ് ചെയ്യാ? നിങ്ങൾ എന്നെ ചങ്കും കരളും അല്ലേ? ഞങ്ങളടുത്ത് കാണിക്കണ പോലെ വേറെ വല്ലയിടത്തും കാണിച്ചോണ്ടല്ലോ അവരെ കൊണ്ട് ഷോക്ക് അടിപ്പിക്കുന്നുണ്ട്. നീ പൊടി മുട്ടച്ചി. മുട്ടച്ചീന്ന് ഞങ്ങളതിനെ വിളിക്കണ്ട കേട്ടോ. അയ്യോ, അത് അവിടെ ആരാണെങ്കിലും അത് കളിക്കാം. അല്ല എന്താണ് ഒരു ബഹളം? അത് മനസ്സിലായില്ലേ? ഇവർക്ക് മൂഡ് സിങ്സ് ആണ്. അത് പിന്നെ എല്ലാവർക്കും വരുന്നേനല്ലേ. അല്ല ഇവളിപ്പോഴാ ഷോക്കിന്ന് മാറിയിട്ടൊന്നുമില്ല. ഇതൊന്നും വിഷയാക്കേണ്ട കാര്യമില്ലെന്നേ. ഇതൊക്കെ കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളാരെ കാണുമ്പോ എല്ലാ ഞരമ്പന്മാർക്കുള്ള അസുഖമാണ്. ഇതിന് അതിൻ്റെതായ ഒരു സെൻസിൽ എടുത്താ മതി. കൂടി അവിടെ നിന്ന് ഇത് അതുപോലത്തെ ഒരു സ്റ്റോക്കിംഗ് ഒന്നും ആയിരുന്നില്ല. പിന്നെ എന്തോ ദുരുദ്ദേശം ഉണ്ടായിരുന്നു. അത് ശരിയാടി, ഇവള് പറഞ്ഞപ്പം സാധാ പയ്യന്മാരെ ഫോളോ ചെയ്യുന്ന പോലെ ഒന്നും അല്ല അവന്മാര് വന്നത്. എന്തോ ദുരുദ്ദേശം ഉണ്ടായിരുന്നടി അതില്. ഇത് ഈ വായി നോക്കിയവൾക്ക് കാറ്റഗറൈസേഷൻ ഒക്കെ ഉണ്ടോ? തൊന്നോണ്ടല്ലോ കാറ്റഗറി സമയത്തായാലും തപ്പി പോകുന്നത്. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും അത് പറ. പോലീസിൽ കംപ്ലൈന്റ് ചെയ്താലും? അതൊരു മികച്ച ഐഡിയ ആയിരിക്കും. എടേ മണ്ടേ, തെളിവുകളൊന്നും ഇല്ലാണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയി എന്ത് കംപ്ലൈന്റ് പറയണം? അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവര് നമ്മളെ നൈസായിട്ട് പറഞ്ഞു. അതെ അതെ. എന്ന് നമുക്ക് ഓൺലൈനിൽ ലൈവ് പോയല്ലോ. അടിപൊളി. എന്നാ പിന്നെ ഓൺലൈൻ ആംഗ്ലമാരുടെ സംസ്ഥാന സമ്മേളനമായിരിക്കും ഇവിടെ. അതിന് നമ്മൾ സ്ഥലം പറഞ്ഞു കൊടുക്കുന്നില്ലല്ലോ. അയ്യോ, അത് കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. അവർ തന്നെ കണ്ടുപിടിച്ചോളൂല്ലോ. ഒരു കാര്യത്തിലും ജീവിക്കാൻ സമ്മതിക്കൂല. ഒരു കുഴപ്പമില്ല, നമ്മളെല്ലാരും ഒറ്റക്കെട്ടായിട്ട് നിന്നുള്ള പ്രശ്നം തീരും. അല്ലെങ്കിൽ നമ്മൾ ഒറ്റക്കെട്ടല്ലേ? അങ്ങനെയല്ല, എന്തെങ്കിലും ഒരു സാഹചര്യം വന്നാലേ നമ്മൾ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഒരാളും നമ്മളെ തൊടാൻ പോലും വരാൻ പോണില്ല. അത് ശരിയാ. ഇന്ന് എന്തായാലും നമ്മള് ഓടി ഒളിച്ചണക്ക് ഇനി അവന്മാര് മുമ്പിൽ നിന്ന് നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ല. ഒരു 10 പേരുള്ള ഒരു പബ്ലിക് മൂഡിൽ നിന്നിട്ടെ തിരിഞ്ഞു നിന്നിട്ട് എന്താണ് നിനക്ക് വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ അവിടെ സ്കൂട്ടാവും. ഇനി വരട്ടെ, കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് അവന്മാര് തന്നെ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇതെന്തോ ദുരുദ്ദേശമുണ്ട്. എന്ത് ദുരുദ്ദേശം? ഇവിടെ സ്റ്റിക്കർ ഒട്ടിച്ചോണ്ട് ഇപ്പൊ എന്തുണ്ടാവാനാ? എടി പകല് വീട് നോക്കി വെച്ചിങ്ങനെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടേ രാത്രി കക്കാങ്കരത്തെ കള്ളന്മാരുണ്ട്, അറിഞ്ഞൂടെ? നിങ്ങൾ വരുന്ന വഴിക്ക് സ്റ്റിക്കർ ഇവിടെ കണ്ടായിരുന്നോ? പിന്നെ ജീവനെ കൊണ്ട് ഓടി ഇങ്ങോട്ട് കയറുമ്പോഴേ സ്റ്റിക്കർ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ കണ്ടൊന്നുമില്ല. ഇതെല്ലാം കൂടി വെളിയിറങ്ങിയിരിക്കണം. സമരം വല്ലതാണ്. എന്തായാലും ഇവരെ ഫോളോ ചെയ്തവരെ ഉറപ്പാണ് കേട്ടോ. അതേ വരുന്നു. എന്റെ അമ്മാവ ഇങ്ങനെ പയ്യ നടക്കണമെന്ന് വേഗം വന്നേ. ഇത് നോക്ക്. അതല്ല, നിങ്ങൾ എന്താ എല്ലാരും കൂടെ വെളിയിറങ്ങിക്കണേ? ഇത് നോക്ക് വന്നിട്ട്. എന്തോന്ന് ഇതെല്ലാം കണ്ടോ അമ്മാവൻ? അയ്യോ ഇതാരോടെ കൊണ്ട് ഒടിച്ചു വെച്ചിരിക്കണത്? അത് തന്നെയല്ലേ ഞങ്ങളും ചോദിച്ചേ. ചോര് വൃത്തിയിടാവൂലേ? എന്റെ അടുത്ത് ഒരു വാക്ക് ചോദിക്കണ്ടേ? ആരായിരിക്കും? അല്ല, ചിലപ്പോ മാഡത്തിന്റെ അടുത്ത് ചോദിച്ചാലോ? അങ്ങനെ ഒരു ചാൻസ് ഉണ്ട്. ഞാൻ മാഡത്തിനെ വിളിച്ചിട്ട് വരാം. അമ്മാവാ, ഇത് ചിലപ്പോ മറ്റോ പഞ്ചായത്തിൽ നിന്ന് അസോസിയേഷൻ എല്ലാം കൊണ്ടൊന്ന് ഒട്ടിച്ചാണെങ്കിലോ? പിന്നെ പഞ്ചായത്തിൽ നിന്ന് ക്രോസ് ആയിട്ടാണല്ലോ സ്റ്റിക്കർ കൊണ്ട് ഒട്ടിക്കുന്നത്. അല്ല, പക്ഷെ അതല്ലേ അസോസിയേഷന്റെ. ഇത് പഞ്ചായത്താർ ഒട്ടിച്ചൊന്നുമല്ല, ഒന്ന് ബോഡി എടുത്തോണ്ട്. ഇത് പൈപ്പ് കണക്ഷന്റെ വല്ല സ്റ്റിക്കർ കണക്ഷൻ വെക്കാൻ. മാഡത്തിന് ഇതേ പറ്റി ഒന്നും അറിയില്ലെന്നാ പറഞ്ഞത്. നമ്മള് പിള്ളേരാരെങ്കിലും ഒട്ടിച്ചാണോന്നൊക്കെ ചോദിക്കുന്നു. എടാ, ഞാൻ ഒരു കാര്യം പറയട്ടാ. എനിക്കൊരു ഡൗട്ട്. നമ്മുടെ വീട് കവർച്ച ചെയ്യാനായിട്ട് ഏവനെങ്കിലും കൊണ്ട് ഒട്ടിച്ചതായിരിക്കും ഇനി. അതെ,
നിങ്ങളെ ഓടിച്ചില്ലേ? അവന്മാർ ഏതൊരു വന്ന് അമരാ വളവരെ വന്നല്ലേടാ. എന്നിട്ട് അങ്ങോട്ട് പോയി. ആർക്കറിയാം, ഞങ്ങൾ പിന്നെ നോക്കിയൊന്നുമില്ല. ഞങ്ങൾ പിന്നെ വെപ്രാളത്തിൽ ഓടി കയറിയല്ലേ ചെയ്തത്. അമ്മാവാ എനിക്കൊരു ഡൗട്ട്. ഇനി നമ്മുടെ ഈ വലിയ വീടും സംഭവമൊക്കെ കണ്ടിട്ട് ഇതിനകത്ത് എന്തെങ്കിലും സ്വർണ്ണമൊക്കെ ആയിട്ട് ഇരിപ്പുണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിലോ? കള്ളന്മാരായിരിക്കും അല്ലേ? ആ അതിന് ഇവിടെ ഇരിക്കുന്നു കുന്നു കണക്കിന് സ്വർണ്ണവും പണോ. അതിപ്പോ അവർക്കറിയില്ലല്ലോ. അമ്മാവാ എനിക്ക് തോന്നുന്നതറിയോ, ഉമ്മാരിങ്ങനെ ഒട്ടിക്കാനുള്ളൊരു റീസൺ ഇവിടെ കുറച്ച് പെമ്പിള്ളേരെങ്കിലും ഉണ്ടെങ്കിൽ അതെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണെങ്കിലാ. അതങ്ങ് അമ്മമാരെ മനസ്സിരിക്കാനുള്ളൂ. അമ്മമാരെ ഒരു മോഹങ്ങളും ഈ ജയൻ ജീവിച്ചിരിക്കാൻ പറ്റൂല കേട്ടാ. അതിന് ജയൻ ചാവണം. അമ്മാവാ നമുക്ക് പോലീസിൽ അറിയിച്ചാലാ? അതൊരു മികച്ച തീരുമാനമാണ് ശാരു. ഞാൻ കുറച്ചാളായിട്ട് ആലോചിക്കുന്നു പോലീസ് സെക്യൂരിറ്റിയിലേക്ക് ഒന്ന് കിടന്നുറങ്ങണമെന്ന്. പോലീസിനെ വിളിക്കേണ്ട താമസം. ഒരു വണ്ടിയായിട്ട് വന്നിട്ട് നമുക്ക് താരാട്ടുപാട്ടും പാടിയിട്ട് ഇവിടെ കാവൽ നിന്നോളും. ഇതിപ്പോ ഇങ്ങനെ ഇരുന്നാലേ പ്രശ്നമുള്ളൂ. അങ്ങോട്ട് മാറി മക്കളെ. അമ്മാവാ കാണിക്കുന്നത് ഇത് വലിച്ചു കയറിക്കുന്ന അവർക്ക് മനസ്സിലാവത്തില്ല. നമുക്കിത് മനസ്സിലായി. നീ കുറച്ച് ആയുധമായിട്ട് അവര് ഇങ്ങോട്ട് കയറി വരും. അങ്ങനെയൊക്കെ വരുമോ? പിന്നെ അല്ലാണ്ട് മിനിയിപ്പോ വലിച്ചു കയറിയില്ലേ, ഇനി തിരിച്ച് നോക്കാൻ നിൽക്കണ്ട. ഒരു കാര്യം ചെയ്, വരുന്ന വഴിക്ക് വെച്ച് കാണാല്ലേ. നമ്മളെ എതിർക്കും. അടിക്കും നമ്മള്. അല്ലേ മക്കളെ? അടിക്കൂലേ? പിന്നെ എത്ര കാര്യങ്ങൾ ഇങ്ങനെ നേരിട്ടേ. പിന്നല്ല ബാക്കിയൊക്കെ വരുമ്പോലെ കാണാം മക്കളെ. അവന്റെ ഒരു സ്റ്റിക്കർ എന്ത് കാണാലോ. അല്ല സാറേ, ഞാൻ രാവിലെ അങ്ങോട്ട് പോയപ്പോൾ ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ തിരിച്ചു വന്നപ്പോഴാണ് കണ്ടത് പിള്ളേരെല്ലാം കൂടെ അവിടെ നിൽക്കുന്നത്. ഓ, എന്താണ് സംഭവം എന്ന് അറിയൂടാതെ പിള്ളേരെ കാപ്പയുടെ പേടിച്ചു പോയി. ഓ ഓ ഓ ശരി 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 സാറേ, ശരി. ഓ ഓ ഓ ഓ ആ വയ്ക്കട്ടാ. ആ ശരി സാർ, ശരി ശരി ശരി. എന്തു പറഞ്ഞു? അതെ, നമ്മൾ ഇവിടുത്തെ സ്റ്റേഷനിൽ എൻ്റെ ഒരു കൂട്ടുകാരുണ്ട് പോലീസുകാരൻ. പുള്ളിയുടെ അടുത്താണ് ഞാൻ സംസാരിച്ചത്. അപ്പം പുള്ളിക്കാരൻ പറയണത് ഇവിടെ വന്ന് ഇങ്ങനെ കാവൽ കിടക്കാനൊന്നും പറ്റൂല. അത് അത് തന്നെ മോളെ ഞാൻ പറഞ്ഞോണ്ടിരുന്നത്. അതെ, ഞാനൊരു കൂട്ടുകാരുണ്ടായിരുന്നു പോലീസുകാരൻ. പുള്ളിയായിട്ടാണ് വിളിച്ച് ചോദിച്ചത്. കാര്യങ്ങൾ പറഞ്ഞപ്പം പുള്ളി പറഞ്ഞത് ഇവിടെ വന്ന് നിൽക്കാനൊന്നും പറ്റത്തില്ല, പിന്നെ വേണമെങ്കിൽ ഒരു 2 മണിക്കൂർ ഇടവിട്ട് ഓരോ റൗണ്ട്സ് ഇതിന്റെ ഫ്രണ്ട് കൂടെ വണ്ടിയിൽ ഒരു വരുമല്ലോ, അങ്ങനെ വരാന്നാണ് പറഞ്ഞത്. റൗണ്ടിയാണോ? അതെങ്ങനെ ശരിയാവുന്നത്? അവര് റൗണ്ട് ചെയ്തിട്ട് പോണ സമയത്ത് കള്ളന്മാര് വന്ന് കയറണമെങ്കിലോ? അങ്ങനെ പറഞ്ഞ എങ്ങനെ മോളെ, അവർക്ക് എല്ലാ കാര്യങ്ങളും നോക്കണ്ടേ. ഞാൻ പറഞ്ഞതിന്റെ ഇതിൽ വന്ന് നോക്കാന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി, ഉടനെ വരാന്ന് പറഞ്ഞു. അല്ല അമ്മാവാ, സ്റ്റേഷനിൽ ഇതേപോലെ എന്തെങ്കിലും കംപ്ലൈന്റ് ഫയൽ ചെയ്തിട്ടുണ്ടെന്നല്ലോ പറഞ്ഞ? അങ്ങനെ കംപ്ലൈന്റ് ഒന്നും വന്നിട്ടില്ല. പിന്നെ പുള്ളിക്കാരൻ പറയണത് ഇത് നമ്മളെ പറ്റിക്കാൻ വേണ്ടി ആരോ ചെയ്തതെന്നാണ്. എന്നാലും ഒന്ന് സൂക്ഷിച്ചോളണം എന്നുകൂടെ പറഞ്ഞു. പറ്റിക്കാൻ വേണ്ടിട്ട് ആ, വേണമെങ്കിൽ നമുക്ക് ആ വഴിക്കും കൂടി ചിന്തിക്കാന്നേ ഉള്ളൂ. പിന്നെ ഇവിടെ ഇരിക്കുന്നു പറ്റിക്കാൻ വേണ്ടി ആൾക്കാര്. എടി, അവൾമാർ ഇത്ര ഓടിച്ചിടാന്നുണ്ടെങ്കിൽ പറ്റിക്കാൻ എന്താ പറ്റാത്തത്? പ്രാങ്ക് ആയിക്കൂടാന്നൊന്നുമില്ലേ. ഈ കാലഘട്ടത്തിൽ പ്രാങ്ക് ചെയ്യാത്ത ആൾക്കാരൊന്നുമില്ല. കണ്ടിട്ടില്ലേ കുറെ യൂട്യൂബിലും അവിടെ ഇവിടെ ഒക്കെ പ്രാങ്ക് ചെയ്യണ ആൾക്കാരൊക്കെ. ചിന്തിക്കാം, വേണമെങ്കിൽ ചിന്തിക്കാം. പക്ഷെ നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റൂലല്ലോ ഈ കാര്യത്തിൽ. അത് പറഞ്ഞു, ഒന്ന് സൂക്ഷിക്കാൻ പറഞ്ഞു അങ്ങനെ. അതെ, നമ്മള് പറ്റീരാന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് അവർ അറ്റാക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കായിരിക്കും വിവരം അറിയണം. അങ്ങനെ ആരെങ്കിലും അറ്റാക്ക് ചെയ്യാൻ വന്നാൽ നമ്മൾ ഇവരെ അറിയിക്കും. എന്റെ അമ്മാവ ഇതേപോലത്തെ എത്ര കേസുകൾ നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അമ്മാവന് ഓർമ്മയില്ലേ, അന്ന് നമ്മൾ ഒരുപാട് ഓടിച്ചിട്ടിട്ട് കുറെ അടിച്ച് പപ്പടാക്കിയത്? പിന്നെ ഇഷ്ടം പോലെ. അത്രേ ഉള്ളൂ. നമ്മുടെ 2-3 കമ്പും കോലും മാത്രമേ ഉണ്ടാവുള്ളൂ. അവരുടെ വലിയ വലിയ ആയുധങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അത് തന്നെ, അതേപോലെ തന്നെ ആയുധങ്ങൾ കൊണ്ട് നമ്മളും കാത്തിരിക്കാം അമ്മാവ നേരിടാൻ വേണ്ടിട്ട്. കണ്ടോ? അങ്ങനെയാണെങ്കിലേ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കിന്ന് എല്ലാവർക്കും കൂടെ കാത്തിരിക്കാം, ഉറങ്ങണ്ട. അല്ലെങ്കിൽ ആർക്കും ഉറക്കം വരും. ആ, ഞാനിപ്പോ അവളുമാരുടെ റൂമിൽ നിന്നാ വന്നത്. ആ പെങ്കൊച്ചാണ് അവിടെ പേടിച്ച് വിറച്ചിരിക്കുക. ആ ദിവ്യായിരിക്കും. ദിവ്യക്ക് അല്ലേലും എല്ലാത്തിനും കുറച്ച് പേടി കൂടുതലാ. പക്ഷെ അമ്മാവാ, എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എല്ലാരും കൂടെ നിക്കാതിരിക്കത്തൊന്നുമില്ല. അതുകൊണ്ട് അമ്മാവൻ പറഞ്ഞ പോലെ നമുക്ക് ഉറങ്ങാണ്ട് അങ്ങ് കാത്തിരിക്കാം. രണ്ടിലൊന്നും അറിയാം മക്കളെ. അറിയാം, അറിയിച്ചു കൊടുക്കാം നമുക്ക്. അങ്ങനെയൊക്കെ നമ്മുടെ ടെറിട്ടറി കയറിയാലേ അവന്മാരെ നമുക്ക് കാണിച്ചു കൊടുക്കാം. ടെറിട്ടറി. അമ്മാവാ, അവന്മാരുടെ എന്തായാലും വലിയ വലിയ മാരകായുധങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് പക്ഷെ നമ്മുടെ അതില്ലല്ലോ. നമുക്കത് എവിടെ ഒപ്പിക്കണ്ടേ? എന്റെ പൊന്നോ, അതൊക്കെ അങ്ങനെയൊന്നും ചെയ്തൂടാ. അതൊക്കെ വലിയ കേസാവും. നമുക്ക് നമ്മളെ ഉള്ള സാധനങ്ങൾ വെച്ച് ചെയ്താൽ മതി. അതെ, അവര് വലിയ വടിവാളും ഒക്കെ ആയിട്ട് വരുമ്പോ നമ്മൾ മറ്റേ ഈർക്കിൽ വെച്ച് ഇക്കിൽ വെച്ച് വിടണം. വടിവാൾ കൊണ്ടുവരണം. നീ കണ്ട അങ്ങനെയൊന്നുമില്ല. നമ്മളെ സ്വയം താഴ്ത്തല്ലടി, നമുക്ക് എന്തെങ്കിലും ചെയ്യാം. നമ്മൾക്ക് നമ്മളെ ഉള്ള സാധനങ്ങൾ എടുത്ത് വെച്ച് അടിക്കാം. ആ ധൈര്യത്തിലിരി. ഞാനല്ലേ പറയണത്. കാണിച്ചു കൊടുക്കാം നമുക്ക്. സംഗതിയൊക്കെ ശരി തന്നെ. നമുക്ക് പുറകെ കൂടെ ഒരു വഴിയും കൂടെ കണ്ടുപിടിക്കണം. എന്തിനാ തിരിഞ്ഞോടാനായിരിക്കും? ഇങ്ങാടി ഇനിയിപ്പൊ 18ാമത്തെ അടവായിട്ട് അത് എടുക്കാം. രക്ഷപ്പെടാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും. ആ കൊച്ചിയുടെ അടുത്ത് പേടിക്കണ്ട, കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിക്കോളാം പറ.
അത് ഞങ്ങൾ സെറ്റാക്കാം. ആ ശരി. മാടി മാടി. ആയുധം എന്ന് പറയുമ്പോ എന്തായുധം എടുക്കാം? മതി, ഓക്കെ, അത് മതി. എന്റെ അമ്മാവ മാരകായുധങ്ങൾ സംഘടിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോ ഇത്രയും വലിയ മാരകായുധങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് വരുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അയ്യടാ, കൊള്ളാല്ല. നിങ്ങൾ പറഞ്ഞ പോലെ മറ്റേ കമ്പിപ്പാരയും കുത്തുന്ന സാധനമൊക്കെ എടുത്തോണ്ട് വന്നാലേ വെളിയിറങ്ങി അവന്മാർ അടിക്കുമ്പോൾ അവർ ചത്തുപോയി ആര് ഉത്തരം പറയും? ആ ഇത് കണ്ട അവന്മാര് ഇത് കണ്ട അപ്പൊ തന്നെ അങ്ങ് പേടിച്ചോടിക്കോളും. നമ്മൾ ഇത്രയും പേരില്ലേ, നമുക്കിതൊക്കെ ധാരാളം. സെറ്റാക്കാം. ഇതൊക്കെ ഇതിട്ട് ഒരടിയോ കൊടുത്താൽ അവന്മാർ വിഴുന്നോളും. ഞാനോട് അത് വെച്ചിട്ട് അവരെ ഇക്ലി ആക്കാനായിരിക്കും. ഒന്ന് നിർത്തോ പ്ലീസ്. നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യത്തിന് ഇരിക്കണത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറ ഈ സാധനങ്ങൾ കൊണ്ട്. അതെ, എനിക്കൊരു മുഖ്യമായ കാര്യം പറയാനുണ്ട്. ഇതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. ഞാൻ അവിടെ ഇരുന്നിട്ട് കതവ് തുറന്ന് വെളിയിൽ നോക്കി ഞാൻ സിഗ്നൽ തന്നതിന് ശേഷം മാത്രമേ നിങ്ങൾ പുറത്തോട്ട് വരാവൂ കേട്ടാ. എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ മാനേജ് ചെയ്യും. അല്ലാതെ എനിക്ക് പറ്റാത്ത അവസരത്തിൽ ഞാൻ വിളിക്കും. മക്കളെ എന്ന് വിളിക്കുമ്പോ ചാടി ഇറങ്ങണം. പിന്നെ ഒന്നും നോക്കരുത്, കണ്ണാ പിന്നെ അടിച്ചോളാം. അതിന്റെ ഇടയിൽ കൂടി എന്നെ അടിക്കരുത്. എനിക്ക് നിന്നെയാണ് പേടി. അമ്മാവ് ഒന്നുകൊണ്ട് പേടിക്കണ്ട. അമ്മാവൻ പറഞ്ഞ ഇൻസ്ട്രക്ഷൻ ആണ് ഇവിടെ നമ്മള് വ്യതിചലിക്കില്ല. കാര്യം നീ എനിക്ക് ഒരെണ്ണം തന്നത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇതാണ് പറ്റില്ല അമ്മാവ. പക്ഷെ എനിക്കിത് മതി. അത് നീ എന്താണെന്ന് വെച്ചാൽ എടുത്തോ. ഞാൻ ദോശ ചട്ടി. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. അലിമ്പ് ആക്കരുത്. ആള് മാറി എന്നെ അടിക്കരുത് കേട്ടോ. അപ്പൊ എല്ലാം ഓക്കെ അല്ലേ? അപ്പൊ നമ്മളെ കാത്തിരിക്കുന്നു. മിഷൻ സ്റ്റാർട്ടഡ്. ചുമ്മാ പിന്നെ ഒരു കാര്യം, ഞാൻ കഥ തുറന്നിട്ട് ഞാൻ ആദ്യം പുറത്തു പോയി നോക്കും. എന്നിട്ട് നിങ്ങളെ വിളിച്ചാൽ മാത്രം നിങ്ങൾ വന്നാൽ മതി. ഇതിനറിയ ചത്തോന്ന് അടിക്കില്ല. ഇത് നിങ്ങൾക്ക് പാല് കൊണ്ടുവന്ന പൈലല്ലേ? അമ്മാവാ ഇന്നലെ ഇവനെന്നെ ഫോളോ ചെയ്തത്. ഇവർ രണ്ടുപേരും അമ്മാവാ. ആണോ? എന്തോന്ന് പറയണ്ട പിള്ളേരെന്തോന്ന് പറയണത്? ഇവന്മാർക്ക് ആര്? ഇവന്മാര് പുതിയ പണിക്കാരാ. ഞാൻ മോളുടെ അടുത്തേക്ക് പോവാ കണ്ണൂരുള്ള. അപ്പം പിന്നെ പാൽ കച്ചവടം മുടങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവന്മാരെ ഏൽപ്പിച്ചതാ. സിക്യൂരിറ്റി വീട് മാറിപ്പോകാതിരിക്കാൻ വേണ്ടി. അടിപൊളി, നന്നായിട്ടുണ്ട്, നല്ല പിള്ളേർ. പിന്നെ ഒന്ന് ബോധം തെളിപ്പിച്ചൊന്ന് ഞാൻ കൊണ്ടുപോകും. കൊണ്ടുപോയി നല്ല പണിക്കാരൻ. എന്തോന്നാണ് ഇങ്ങനെയാണോ പാൽ കച്ചവടം ചെയ്യാൻ പറഞ്ഞത്? ചേട്ടൻ പറഞ്ഞു കറക്റ്റായിട്ട് പാല് കൊണ്ടുവരണം കേട്ടാ. കേട്ടോ എന്നാ പാലും കൊണ്ടുവരണം. പാലും കൊണ്ട് വന്നിട്ട് പോയണോ? ശരി. മക്കളെ എന്തൊരടി അടിച്ചത് നിങ്ങള്? അത് പിന്നെ സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം ഇങ്ങനെ ഒരു അവസ്ഥ വരുമ്പോ നമ്മൾ ഇങ്ങനെ നിക്കണ്ടേ, ഒറ്റക്കെട്ടായിട്ട് അടിക്കണ്ടേ എന്ന് പറഞ്ഞ് ഇങ്ങനെ അടിക്കണോ? അമ്മാവനല്ലേ പറഞ്ഞ അക്രമീനെ ധൈര്യത്തോടെ നേരിടണം. എന്നാലും ഒരു പരിധിയില്ലേ? ചത്തു വരുന്നെങ്കിൽ എന്തുവായിരുന്നു? പോയിരുന്നെങ്കിൽ ഞങ്ങൾ എല്ലാരും കൂടെ അമ്മാവന്റെ തലയിലിട്ടിട്ട് മുങ്ങിയേനെ.
അതെ പണ്ടൊരു ജേർണലിസ്റ്റ് ആയിരുന്നല്ലേ അമ്മാവൻ. മോള്